ഇന്ന് ഞാൻ ഇവിടുത്തെ കുറച്ച് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ അവിടെ ഡ്രസ് കോഡുണ്ട്. നമ്മൾ ഷോൾഡർ കാണാൻ പാടില്ല, നീസിൻ്റെ താഴെ ആയിരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ലോങ് ഡ്രസ്സാണ് ഇന്നിട്ടേക്കുന്നത്. അപ്പോൾ എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് ഇവിടുത്തെ ഫുഡ് വേണ്ട, കൊള്ളത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് കഴിക്കാനൊരു മൂഡില്ല. ഞാൻ ഇന്ന് ഓർത്ത് എന്ന് ഇവിടെ നിന്ന് കഴിച്ചിട്ട് എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും പോയി കഴിക്കണം. അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല. താമസിക്കുന്നതിൻ്റെ അടുത്തുള്ളൊരു മോളാണ്, ചെറിയൊരു കോംപ്ലക്സ്. അന്ന് വന്നപ്പോൾ ഇത് അടച്ചേക്കുമായിരുന്നു. ഞാൻ ഓർത്തു ഭയങ്കര ചൂട്, വേറെ എവിടെയും കറങ്ങാൻ പറ്റില്ല. ഞാൻ ഓർത്തു മോളിൽ വന്നിട്ട് നല്ലോണം ഫുഡ് കഴിക്കാം. അങ്ങനെ ഗ്രാൻഡ് പാലസൊക്കെ കണ്ട് ലഞ്ചെല്ലാം കഴിച്ച് ഞാൻ തിരിച്ച് സിലോമിലേക്ക് എത്തി. സിലോമിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു വലിയ മോളുണ്ട്, സിലോം മോള്. അപ്പോൾ അവിടെ വന്ന് ഞാനൊരു ബോബ ടീയൊക്കെ മേടിച്ച് കുടിച്ച് സിലോമിലെ മോളൊന്ന് ചുറ്റി കാണുകയാണ്. അപ്പോൾ എനിക്ക് കുറച്ച് ഷോപ്പിങ്ങും ചെയ്യണം, പോകാറായാലും തിരിച്ച് പോകുമായിരുന്നു. അപ്പം ഫ്രണ്ട്സിന് വേണ്ടിയിട്ടും പിന്നെ എനിക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കണമായിരുന്നു. ഞാൻ മാംഗോസ്റ്റീൻ മേടിച്ചു, റംബൂട്ടാൻ മേടിച്ചു, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ മേടിച്ചു. ഇതൊരു സൂപ്പർ മാർക്കറ്റ് പോലെ മോളിനകത്തുണ്ട്. അവിടെ ഇനി ഇല്ലാത്തൊരു സാധനം റെഡി ടു ഈറ്റ് ആയിട്ടുള്ള എന്തോരം കുക്ക്ഡ് ഫുഡ്, നൂഡിൽസ്, കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കണ്ടിട്ട് തന്നെ എനിക്ക് ഭയങ്കര കൊതിയായി. പിന്നെ അവിടെ എല്ലാവരും പോയി മേടിക്കുന്നുണ്ടായിരുന്നു ഒരു ചോക്ലേറ്റ് ബൺ. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാനും മേടിച്ചു. അപ്പോൾ അത് മേടിച്ച് ഞാൻ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. അത് കഴിച്ചപ്പോൾ എൻ്റെ കിളി പോയി, നോക്കിക്കാൻ എൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ് ഫില്ലിങ്. അങ്ങനെ ഞാൻ തിരിച്ച് ഹോട്ടൽ റൂമിലെത്തി. എനിക്ക് പൂളിലൊന്ന് ഇറങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം, പക്ഷേ എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം, എനിക്ക് പൊക്കമൊക്കെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഞാൻ ഓർത്ത് എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞ് പൂളിൽ പോവുകയാണ് ഞാൻ. സ്വിമ്മിംഗ് പൂളിൽ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്കുന്ന സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങണമെന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇറങ്ങിയതാ. അപ്പോൾ ആഴത്തിലേക്ക് പോകുമ്പോൾ ഭയങ്കര പേടിയാവുന്നു. കാരണം ഈ വെള്ളം ഭയങ്കര പേടിയാണ്. നമുക്ക് പതുക്കെ
പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ ബോഡി താന്ന് പോകും, എൻ്റെ ബോഡി പൊങ്ങി കിടക്കത്തില്ല. വൈ ഐ ഡോണ്ട് നോ. ഇങ്ങനെ 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 മുകളിലത്തെ റൂമിൽ ആരെങ്കിലും ഇങ്ങനെ നോക്കേണ്ട രീതിയിൽ ഭ്രാന്താണ്. ഇങ്ങനെ കൈയൊക്കെ എടുക്കണം എന്നുണ്ട്, പക്ഷെ കൈയൊക്കെ എടുത്താൽ കണ്ടോ ഞാൻ പൊങ്ങി കിടക്കത്തില്ല, ഞാൻ താന്നങ്ങ് പോവും. എനിക്ക് പൊങ്ങി കിടക്കാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് നോ വൈ എന്തുകൊണ്ടാണ് പൊങ്ങി കിടക്കാൻ പറ്റാത്ത? കുറച്ചുകൂടി. ഓക്കെ മതി, ഇന്നത്തെ കോട്ട തീരും, മതി. ഇനി നമുക്ക് വീട്ടിൽ പോവാം, റൂമിൽ പോവാം. നീന്തി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ വന്നിങ്ങനെ കിടക്കണം. അപ്പോഴാണ് നമ്മുടെ വെള്ളമൊക്കെ ഒലിച്ച് വാർന്നു പോകത്തുള്ളൂ. വെള്ളം വാർന്നു പോയാൽ മാത്രമേ നമുക്ക് നടന്നു പോകാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ കുളിച്ച്, ഞാൻ ആദ്യം ഓർത്തു ഇന്നും കൂടി ഉള്ളൂ, ഇന്നും കൂടി പുറത്ത് പോകാം, പുറത്തുനിന്ന് കറങ്ങി നടന്ന് ഒരു ഷേക്കൊക്കെ കുടിച്ചിട്ട് വരാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് വിശപ്പ് തീരെയില്ല. ഒരു പെണ്ണില്ലേ, ആ കുട്ടിയുടെ കടയിലെ ഷേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ഷേക്ക് ഒന്നുകൂടി കുടിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ എനിക്ക് അവിടെ വരെ നടക്കാനോ ഒന്നിനും വയ്യ എനിക്കിനി. പിന്നെ ഞാൻ ഈ ഹോട്ടൽ റൂം ഇത്രയും കാശ് കൊടുത്തെടുത്തിട്ട് ഞാൻ ഈ റൂമിനകത്തൊന്ന് സ്വസ്ഥമായിട്ടൊന്നും ഇരുന്നിട്ട് പോലും ഇല്ല. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് രാത്രി സ്വസ്ഥമായിട്ടിരുന്ന് ഓടിപ്പടച്ച് രാത്രി ലേറ്റായിട്ട് വന്ന് വേണ്ട, ഈ ബെഡിൽ കുറച്ച് നേരം ഇങ്ങനെ കിടക്കാം, ഇച്ചിരി നേരം ടി വി എല്ലാം നോക്കിയിട്ട് കിടന്ന് ഉറങ്ങാം. ഇതാണ് എൻ്റെ പ്ലാൻ. ബാങ്കോക്കിലെ ലാസ്റ്റ് രാത്രിയാണ്. ഞാൻ ശരിക്കും 23 തൊട്ട് 29, ശരിക്കും നാളെ ഞാൻ മോൾദീവ്സിലല്ല പോണത്, നാളെ ഞാൻ ബോംബെയിലാണ് പോണത്. ഞാൻ വിസ്താരയല്ല ഫ്ലൈ ചെയ്യണേ, ഉണ്ണിയുടെ ഫ്ലൈറ്റിൽ. അപ്പോൾ വിസ്താരയ്ക്ക് ഡയറക്റ്റ് മോൾദീവ്സിലേക്ക് ഫ്ലൈറ്റില്ല, ബോംബെയിൽ നിന്ന് മോൾദീവ്സ്. അതും വിസ്താരയുടെയും ഇൻഡിഗോയുടെയൊക്കെ പ്രശ്നമെന്ന് വെച്ചാൽ സെയിം ഡേ ഇല്ല. അപ്പോൾ നമ്മൾ പോയി ഇതേപോലെ ഇൻഡിഗോയ്ക്ക് പിന്നും ഉണ്ട്, ഇൻഡിഗോയിൽ എങ്ങനെയൊക്കെ നടക്കും. വിസ്താരയുടെ ഒരു പ്രശ്നമാണ്, അടിപൊളി ഫ്ലൈറ്റാണ്, നല്ല ഫുഡാണ്. എനിക്ക് ഉണ്ണിയുടെ ഇതിൽ പോകുമ്പോൾ കുറച്ചുകൂടി പൈസയും കുറവാണ്. പക്ഷേ ബോംബെയിൽ പോയിട്ട് ഏകദേശം 10-11 മണിക്കൂർ എയർപോർട്ടിലിരിക്കണം. കാരണം നാളെ ഞാൻ ഉച്ചയ്ക്ക് ശേഷമുള്ള ഫ്ലൈറ്റ് കയറി വൈകുന്നേരം ആകുമ്പോൾ അവിടെ എത്തും. അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഫ്ലൈറ്റ് ഉള്ളൂ. അത്രയും മണിക്കൂർ എയർപോർട്ടിനകത്ത് എന്ത് ചെയ്യും? പറ്റത്തില്ല, തണുപ്പിലിരുന്ന് ചത്തുപോകും. 10 മണിക്കൂറെങ്കിലും ഉണ്ട്. അപ്പോൾ ഞാൻ റൂം എടുക്കാറാണ് പതിവ്, എപ്പോഴും ഹോട്ടലിൽ റൂം എടുക്കും. അപ്പോൾ നാളെയും പോയിട്ട് റൂം എടുക്കും. ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. മറ്റന്നാൾ രാവിലെയാണ് ഞാൻ മോൾദീവ്സിൽ തിരിച്ച് മാലയിൽ പോണത്. എന്നിട്ട് എനിക്ക് വൈകുന്നേരത്തെ ഡ്യൂട്ടിക്ക് കയറിയാൻ വേണം 29. നാളെ ഞാൻ നോപ്പേ ലീവാണ്. അപ്പം ഡയറക്റ്റ് ഫ്ലൈറ്റാണ് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നാളെ ഒരു ദിവസത്തോടെ നിൽക്കാം, നിന്ന് ഇവിടെ വീണ്ടും പതുക്കെ റിലാക്സ് ചെയ്ത് എക്സ്പ്ലോറൊക്കെ ചെയ്യാം. പക്ഷേ ഉറങ്ങാമെന്നും പറഞ്ഞ് പോയാൽ പക്ഷേ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇന്നൊരു രാത്രിയും കൂടിയല്ലേ ഉള്ളൂ. ഞാൻ ഓർത്ത് വേണ്ട, പോയി മാർക്കറ്റിലൊക്കെ പോയി ഒരു ഷേക്ക് കൂടി കുടിച്ചിട്ട് വരാം. ഇനി അവിടെ ചെന്നാൽ എനിക്ക് മിസ്സാവും. എന്തായാലും എൻ്റെ കണ്ണൊക്കെ ഡാർക്ക് സർക്കിൾസ് വീണ് ഉറക്കം കിട്ടാതെ ഞാനൊരു വഴിയായി. ഇന്നും ഞാൻ ഉറങ്ങാനൊന്നും പോകണില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി പോയി കറങ്ങിയിട്ട് വരട്ടെ. ഇവിടെ തൊട്ടടുത്തൊരു വലിയ മാർക്കറ്റ് ഉണ്ട്, അവിടെ പോയിട്ട് ചുമ്മാ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വരാം. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ടാക്സി ബുക്ക് ചെയ്ത് ഞാൻ അവിടെ അടുത്തുള്ളൊരു മാർക്കറ്റിൽ പോയി ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഒരു ഷേക്കൊക്കെ അടിച്ച് കുറേ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ എൻ്റെ നൈറ്റ് അങ്ങ് സ്പെൻഡ് ചെയ്ത് തിരിച്ച് ഹോട്ടൽ റൂമിൽ വന്ന് കിടന്ന് ഉറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.